മനുഷ്യന്മാരുടെ വേർപാടുകളുടെ ഭാഗങ്ങളൊക്കെ മനുഷ്യൻ നൽകി നമ്മുടെ പോലെ ഈ അവസരത്തിൽ ഈ മനുഷ്യരുടെ വേർപാടുകളെ മനുഷ്യന്മായിട്ട് വേദനിക്കുന്ന അതെന്തിന് കാരണം കാരണമല്ല. നമ്മളെല്ലാവരെയും മക്കളും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ സ്നേഹിക്കുന്നവരും എപ്പോഴും കൂടി ഉണ്ടായിരിക്കണമെന്നതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള ആ വേദനിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അനുസരിച്ച് സ്വന്തമായിരിക്കുന്ന പാട്ടിൻ്റെ സഭാസനത്തിലെതിരാണ് നിരവധികളെയും അപ്പോൾ തന്നെ സ്വീകരിച്ച കുടുംബാംഗങ്ങളെയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം പുറപ്പെട്ടു അവരെല്ലാവരുടെയും അനുഭവത്തിൽ പങ്കുകയും വേദനയും ആദ്യവും രസമൊക്കെ ഈശോയുടെ വിടാനുഭവവും മരണവും പ്രകാരം അന്തസ്സമായിരുന്ന ദാരിദ്ര്യം സംസ്ഥാനത്തിന് അതുപോലെ ആദ്യത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സാധാരണ നല്ലൊരു വേർപാടായിരുന്നു. ആ വേർപാടിൽ സീരിയസ് ചെയ്തിരിക്കുകയായിരുന്നു. കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആൻസിനെ ചെയ്തുകൊണ്ട് അവിടെ ഇത് ഈ ആൻസി ഇന്ത്യയുടെ ജീവിതം കടന്നു പ്രായമൊന്നുമായില്ല. ഞങ്ങളുടെ അവസരത്തിലൂടെ പ്രായമായാലും ചിന്തിക്കും ഇതിൻ്റെ പ്രായമൊന്നുമില്ല. ഒരു കാലത്ത് ആൻസി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചരിത്രമെല്ലാം വായിച്ചു വരുന്നു. ഇവിടെ നിന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും ഈ കുറിച്ചുകാർക്ക് ഇത്രമാത്രം സേവനം ചെയ്യാൻ സാധിക്കുമോ, ഇത്രമാത്രം സമൂഹത്തിൽ സേവനം ചെയ്യാൻ പറ്റുമോ, ഇത്രമാത്രം വ്യത്യസ്തമായ ലോകത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്രകാരം ആൻസി ജീവിച്ച് ഈശോയുടെ ജീവിതത്തിൽ സമർപ്പിക്കപ്പെടുന്ന സമർപ്പണ ജീവിതപൂർണ്ണമായിട്ട് ഈശോയുടെ ജീവിതത്തെ ഈശോ എപ്രകാരം എല്ലാവരും രക്ഷിച്ചത് പൂർണ്ണമായിട്ട് സമർപ്പിതമായിരുന്നു. ഈശോ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തിൽ ജീവിതത്തോട് എൻ്റെ ഇഷ്ടം നിർമ്മിക്കാൻ വേണ്ടിയില്ല, യേശുപിതാവിൻ്റെ ഇഷ്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൻസിയുടെ ജീവിതം ഈശോയെ പോലെ ആരുടെ ശ്രദ്ധിച്ചോ ആ ഈശോയെ പോലെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ച് കൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം ജീവിക്കുന്നവർക്കാണ് വ്യത്യസ്തമാകും. ഇതിലെ ഈശോയോട് ഓർപ്പിക്കുന്നത് അവസാനത്തെ വാക്കും ഇതിനെപ്പറ്റി മാതൃകയാകേണ്ട, ഇതിനെപ്പറ്റിയും ദീർഘതയൊന്നും വേണ്ട, എല്ലാം നിങ്ങൾ തരുന്നത് പറഞ്ഞ ശേഷം അവസാനം ഈശോ വലിയ പുസ്തകത്തെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ ആകെയാകണം, എല്ലാ ഏതവസ്ഥയിലാണ് ആളുകാരണം എന്നാണ് നിങ്ങൾ ആദ്യം വീട് ദൈവരാജ്യവും അതിൻ്റെ നീതിയും വീക്ഷിക്കുന്നത്. ഇത് കാര്യം നിങ്ങൾ പ്രവാചകം കേട്ട് താമസിക്കുന്ന എനിക്കറിയാം. എന്നാൽ ഇങ്ങനെയാണ് ഓരോ പ്രത്യേക അവസരം വചനത്തിന് എൻ്റെ ആളുകൾ മനസ്സിലാക്കാൻ ചെയ്യുക. എത്ര പ്രാവശ്യം കേട്ടാലും ഓരോ പ്രാവശ്യവും അതിനെ കേൾക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാ ഓടിക്കുമ്പോഴേക്കും കൂടുതൽ അർത്ഥവും കൂടുതൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ നമ്മൾ തിരിച്ചിട്ടാണ് ആദ്യം ദിവ്യരാജ്യം അന്വേഷിക്കണം. 10 പ്രമാണങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുള്ളത്. ഇന്നിപ്പറ്റി വാങ്ങിച്ചിട്ട് കഴിഞ്ഞ അവസാനത്തായില്ലാത്തത് ഈ 10 പ്രമാണങ്ങൾ 2 സംഖ്യയ്ക്ക് ചെറിയായിട്ട് ഒരു പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് എല്ലാവരും ഒരുപാട് ഒരു സ്നേഹിക്കണം, തന്നെ സ്നേഹിക്കുമ്പോൾ സഹോദര സ്നേഹിക്കണം. ഇതാണ് ഇത് ആദ്യമായി എല്ലാവരും വന്ന് നിരീക്ഷിക്കുന്നില്ല. എന്നാണ് എല്ലാവരും തന്നെ ജീവിതത്തെ സ്നേഹിക്കണം, തന്നെ സ്നേഹിക്കുമ്പോൾ സഹോദരനും വേണം, ചെയ്യാം. അപ്പോൾ ഈ വിധത്തിലാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട അന്വേഷിക്കുന്നത്. വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുമെന്ന് നമ്മളാണ് പറയുന്നത്. ഈശോയെ പോലെ സന്തോഷം ഇപ്പോഴും ഈശോയുടെ അവസാനത്തെ വാക്യങ്ങളാണ് നോക്കിയത്. പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റേ പോലും പ്രാർത്ഥിച്ചിട്ട് പോലും എൻ്റെ ഇഷ്ടമില്ല, അത് ഇഷ്ടമില്ല. അങ്ങനെ സാധ്യമായിരുന്നു. എല്ലാം പൂർത്തിയായി. ഇതിൻ്റെ കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ ആശയും യാത്രയും അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ്
നമുക്കും ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ അനുസരിച്ചുള്ള നമ്മൾ പഠിക്കാണ് സമൂഹത്തിൽ എല്ലാം ഇവിടെ മുൻപോ പറ്റിയില്ല. മാത്രമാണ് കഴിയുന്നത്. കാരണം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ദൈവത്തെ സ്വന്തം ചായം സ്വാധീനിച്ച സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് സഹോദരന്മാരെ ദൈവത്തെ പോലെ സ്നേഹിക്കേണ്ടതാണ്. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്ഭുതകരമായ ഉദ്ധാരം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. നമ്മുടെ പിതാവ് പർണാന പിതാവ് എറണാകുളത്ത് പോയി ശേഷിച്ചിട്ട് അവർ വന്നതേ ഉള്ളൂ. പിന്നെ മലബോധന പോലെ അമ്പലത്തിലെ പരിപാടിയുണ്ട് താനും. അതുകൊണ്ട് ഇതാണ് പിതാവ് അന്വേഷണമൊക്കെ അനുസരിച്ച് മത്സരിച്ചിട്ട് എനിക്കറിയാം. എങ്കിൽ പോലും ആ പിതാവിൻ്റെ പുതിയമായിട്ടുള്ള അന്വേഷണവും പിതാവിൻ്റെ പ്രാർത്ഥനയും സിസ്റ്റർ അനുസരിക്കാമെന്ന് പറയുന്നുണ്ട്. അക്കാര്യം അറിയിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ മിശിഹായെ, അഭേദ്യമായ ഞങ്ങളുടെ കൽപ്പന അനുസരിച്ച് മരണം വഴി ഞങ്ങളിൽ നിന്ന് അനുഭവിച്ചു വരിക്കുന്ന ഞങ്ങളുടെ കാരണപൂർവ്വം തൃക്കൺ പാർക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അനുസരിച്ച് ചെയ്തു പോയിട്ടുണ്ട പാപങ്ങളെല്ലാം പുറത്ത് നീതിയന്മാരോടുകൂടെ ആൻസിയെ നിത്യമഹത്വം ഉന്നയിക്കണമേ. ലോകത്തിൽ ആൻസിയോട്ട് ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് എല്ലാവരെയും അർഹരാക്കുകയും ചെയ്യണമേ. തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയിൽ ഈശോ നമ്മളുമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുടിയുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എല്ലാവരും ഇരുന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ.
അപ്രകാരം തന്നെ കാശിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. എല്ലാവരും ഇരുന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് തിരിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല, പാപമോചന ക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ മദ്രാജ്യങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനെയും നാമത്തിന് പോലും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സാരത്തിന്റെയും നാഥായ എന്നേക്കും. Será
വലിയ ശ്രേഷ്ഠമായ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ നിൽക്കുന്നത് നന്ദിയുടെ ഒരു ഭാഗമാണ്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ വാക്യമാണ്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരുപാട് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്റെ പേര് എൻ്റെ ഉള്ളകാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെടിഞ്ഞാറക്കുന്നു ജെറമ്യാ 29-ാം അധ്യായത്തിലെ വാക്യം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്, അത് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയല്ല, നിന്റെ നാശത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ വിളിക്കുകയാണ് ചെയ്തത്, നീ എന്നെ വിളിക്കുകയാണ്. ഞാൻ ആർക്കാണ് നന്ദി പറയുന്നത്? സർവശക്തനായ ദൈവത്തിനെ ഞാൻ ഓർക്കുന്നു. ആ ദൈവം നൽകിയ ജീവിതം ഈ ലോകത്തിലെ യാത്രയിൽ കൈപിടിച്ച് നടത്തി, എല്ലാ തളർച്ചയിലും വേദനയിലും എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ആൻറ്റിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്താതെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. ആൻറ്റിയുടേതായ ഈ വേർപാടിൻ്റെ നിമിഷങ്ങളിൽ ഇവിടെ എത്തുവാൻ കഴിയില്ലെന്ന് അറിയിച്ച നമ്മുടെ അഭിവൃദ്ധി പിതാവ് മെത്രോപ്പൊലീത്ത ജോസഫ് പിതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് നമ്മുടെ SHS സന്യാസ സമൂഹത്തിൽ ഓരോ ആളുകളുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി വഴികാട്ടികളുണ്ടായിരുന്നിട്ടും ഒത്തിരി തിരക്കുകളുണ്ടായിരുന്നിട്ടും ഇവിടെ ഓടിയെത്തി നല്ല വചനം നൽകി അതിനെക്കുറിച്ച് നല്ല വാക്കാര്യങ്ങൾ നമ്മുടെ അഭിനന്ദനായ ജോർജ് ചന്ദ്രന്റെ പിതാവ്, പ്രത്യേകിച്ച് കർണാടക ഫാമിലിയുടെ പേരിലും SHS സന്യാസ സമൂഹത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആൻറ്റി വയ്യാതായി എന്നറിഞ്ഞ നിമിഷം മുതൽ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആൻറ്റി ഒരുക്കുകയും ചെയ്ത വൈദികരോട് കുമ്പസാരിക്കുകയും ആദ്യപ്രകാശ കൊടുക്കുകയും മറ്റു പല രീതിയിൽ കാണാൻ വരികയും ചെയ്ത വൈദികർ അതുപോലെ ഈ ദിവസങ്ങളിൽ ഉൾപ്പെടുകയും ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച എല്ലാ വൈദികർക്കും ഞാൻ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അർപ്പിക്കുകയും ഞാൻ ആർക്കാണ് നന്ദി പറയുന്നത്, എങ്ങനെയാണ് നന്ദി പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. കാരണം മറ്റാരെക്കാളും അതിന് അർഹരായിരിക്കുന്നത് SHS സന്യാസ സഹോദരി സമൂഹമാണ്. കാരണം 10-16 വർഷം മാതാപിതാക്കൾ അവരുടേതായ ചുമതലകൾ നോക്കിയതിന് ശേഷം ഒരു 15 വയസ്സല്ല 16 വയസ്സുള്ള ഒരു കൊച്ചിനെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അതിനുശേഷം 19 വർഷത്തിലധികം ആൻറ്റിയെ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പടവിലൂടെ നടത്തി കൈപിടിച്ച് ഉയർത്തി ആൻറ്റിയായിരുന്ന എല്ലാ അവസ്ഥയ്ക്കും കാരണമായിരുന്നത് SHS സന്യാസ സഹോദര സമൂഹമാണ്. ആ സന്യാസ സമൂഹം എല്ലാ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ആൻറ്റിയെ ഒരു സിസ്റ്ററായിട്ട് കൈപിടിച്ച് ഉയർത്തിയ പ്രോത്സാഹനമായ ജനറമ്മ, അതുപോലെ അവരുടെ ടീമുകൾ, അവർക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ ആൻറ്റി സുഖമില്ലാതെ കഴിയുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ടേമിലും ഈ ടേമിലും പ്രവേശനമായിരുന്ന നമ്മുടെ പാലകൻ അതിന് ഒത്തിരിയധികം അകമഴിഞ്ഞ് സ്നേഹിച്ചത് അമ്മയാണ്. ഇപ്പോഴും എന്നോട് വിളിക്കുമായിരുന്നു, പറയുമായിരുന്നു അതിൻ്റെ വൈകാരികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം. ആ പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച കുഞ്ഞിനെ പോലെ നോക്കിയ ഞങ്ങളുടെ ആൻറ്റി അധികം സ്നേഹിച്ച ഞങ്ങളുടെ അമ്മയ്ക്ക് കുന്നാണ്ട കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ എനിക്ക് മറക്കുവാൻ കഴിയില്ല. ഞങ്ങളെ ഓരോരുത്തരെയും കൊച്ചുനാൾ കൈപിടിച്ച്
അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ടീമിലുള്ള മറ്റ് പ്രൊഫഷണൽ കൗൺസിൽ അംഗങ്ങൾ അവർ ഓരോരുത്തരും ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. ആൻറ്റിയുടെ വയ്യാഴികയിൽ ആൻറ്റിയെ നോക്കുകയും പരിപാലിക്കുകയും ആൻറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ടീം അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും കുന്നാണ് കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആൻറ്റിക്ക് വയ്യാതിരുന്നപ്പോൾ ആൻറ്റിയായിരുന്ന കമ്മ്യൂണിറ്റിയിൽ ആൻറ്റിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത കുറേ നല്ല അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുന്നാണ്ട കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ആൻറ്റിയുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഏതെങ്കിലും രീതിയിൽ തിരുക്കഥ സന്യാസ സമൂഹത്തിലെ ആർക്കെങ്കിലും വേദനയോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുകയാണ്. അതുപോലെ ആൻറ്റിയെ ശുശ്രൂഷിച്ച എല്ലാ സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏറ്റവും സ്നേഹപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, മറ്റ് കുടുംബാംഗങ്ങളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഫലമായ പ്രേക്ഷകരുണ്ട്. അവർ ഓരോരുത്തരും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച, ഞങ്ങളുടെ ആന്റിയോട് കാണിച്ച സ്നേഹത്തിന് എത്രക്കാലം നന്ദി പറയാനൊന്നും അറിയില്ല. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആന്റിയുടെ മരണശേഷം ആ വാർത്തയറിഞ്ഞ് വിവിധ ഭാഗങ്ങളിൽ ആന്റിക്ക് വേണ്ടി വിധിയർപ്പിക്കുകയും ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും മറ്റ് ബന്ധുമിത്രാദികൾക്കും ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ മറ്റ് സന്യാസ സഭകളിൽ ഇവിടെ വന്നുപോയ ആളുകളുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സും പ്രത്യേകിച്ച് ക്രിസ്തുദാസി സഹോദരി സമൂഹത്തിലെ സിസ്റ്റേഴ്സുണ്ട്, മറ്റ് സിസ്റ്റേഴ്സുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഒന്നാണ് കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ മറ്റു രീതികളിൽ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എത്ര നന്ദി പറയാനാണ് മതിയാകാത്ത ഒരു വ്യക്തി നമ്മുടെ ഇടവകയുടെ വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം തുടക്കം മുതൽ എല്ലാ കാര്യത്തിലും ആൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ വരുത്തുന്നുണ്ട്. ഞാൻ എല്ലാ ഉപദേശങ്ങളും സഹായിച്ചെന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ വികാരിയച്ഛൻ. വികാരിയച്ഛൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ ഒത്തിരി ദൂരത്ത് നിന്ന്
അതുപോലെ തന്നെ സിസ്റ്ററിന് നിങ്ങളോടുള്ള കടപ്പാട് നന്ദിയും സിസ്റ്ററിന്റെ വാക്കുകളെ നിലനിൽക്കുന്നത് ദർശിക്കുവാൻ ഞങ്ങൾക്കും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ മാധ്യസ്ഥം ഇനി മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. സിസ്റ്ററിന്റെ വേർപാട് മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മെ നമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സിസ്റ്ററിന്റെ ആത്മാവ് ഈ നിമിഷം സന്തോഷിക്കുകയാണ് എന്ന് തീർച്ചയാണ്. കാരണം സങ്കീർത്തനങ്ങൾ 42:2 തമ്പുരാന്റെ നിലവിളിക്കുന്ന സങ്കീർത്തകന്റെ മനോഭാവം നാം കാണുന്നുണ്ട്. സങ്കീർത്തകൻ പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണുവാൻ കഴിയുക എന്ന്. സ്നേഹമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ ഇതിനു വേണ്ടി തന്നെയാണ് ഓരോ സമർപ്പിതയുടെയും ആത്മാവ് കൊതിക്കുന്നതും കാത്തിരിക്കുന്നതും. അതേ സഹോദരങ്ങളെ, താൻ കൊതിയോടെ നാളിതുവരെ സ്വപ്നം കണ്ട തന്റെ സ്വർഗീയ വസതിയിലേക്കാണ് സിസ്റ്റർ ഇപ്പോൾ പ്രവേശിക്കാൻ ഒരുങ്ങുന്നതെന്ന നിത്യസത്യത്തെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൻസി മരിയ സിസ്റ്ററിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഇന്നീ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസാ ബാലകന്റെയും ടീമംഗങ്ങളുടെയും പേരിലും തലശ്ശേരി പ്രൊവിൻസിന്റെ മുഴുവൻ പേരിലും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, ഉന്മനീയമായ സത്യത്തെ ഞങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ഇവന്റെയും പ്രത്തിന്റെയും നാഥനും താമസത്തിന്റെ സ്ഥലമായി സർവേശ്വരാനേക്കും. എന്റെ ജീവിതം എത്ര ചെറിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. എനിക്കുള്ള ശിക്ഷയെല്ലാം വിളിച്ചു തരണമേ. പാപത്തിനുള്ള ശിക്ഷയത്തെ ഞാൻ തകർന്നു ഗ്രഹിക്കുന്നു. കണ്ണിയുടെ കർത്താവേ, പറഞ്ഞവർ അംഗീകരിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇവന്റെ മൃതിന്റെയും നാഥൻ ദാവീദിന്റെ സർവേശ്വര എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു
ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും ഈശോയുടെ സ്നേഹത്തിൽ പ്രിയപ്പെട്ടവരെ,
മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണിവിധനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എങ്കിലും വിശുദ്ധന്മാരുടെ ശ്രമം കൊണ്ടുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും കുർബാനയാൽ പരിപുഷ്ടവും സന്യാസാനുഷ്ഠാനത്താൽ അനുഗ്രഹമായ ഈ ശരീരത്തിന് ലോകാവസാനം വിസ്മൃതേണ്ട ഈ കബറിടം നീ വിശുദ്ധീകരിക്കണമേ. ഇവന്റെയും ഇവിടത്തിന്റെയും നാഥനും എന്നേക്കും. സോപ്പാവണനെ തെളിക്കണമേ, ഞാൻ മണ്ണാകും തന്നെ അനുകയെ കെട്ടണമേ, ഞാൻ മഞ്ഞേക്കാൾ വെള്ളയവനാകും. ഈ കവരണം സ്വീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളവും പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആഞ്ജലിയെയും ഞങ്ങളുടെ അങ്ങേ അനുഗമിച്ചു. നീ ദൈവത്തിന്റെ മാലാഖമാർ അമ്മേ അനുഗമിച്ചുകൊണ്ടും മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ടേക്ക് തന്നെ മടങ്ങും എന്ന് ചെയ്ത ദൈവം നീതിപതിയുടെ ദിവസത്തിൽ അമ്മയെ ഉയർപ്പിച്ച് ജനപ്പെടുത്തുവാകത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗഗുണമായ സന്യാസ ജീവിതത്തിലും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പശ്ചാത്തപിക്കുന്ന പാപിനെ സ്നേഹപൂർവ്വം വിസ്തീകരിക്കുന്ന കാന്യവാനായ കർത്താവേ, മരിച്ചവരെ വിസ്തീരിക്കുകയും അർഹമാരുടെ സ്വർഗത്തിൽ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇവന്റെ ഇവിടത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവേ സർവേശ്വരായ എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമേഴും പിരിയാൽവാനവരാജ്യം നേടും മനുജനഭാഗ്യം.
മഹിമാവിൽ നിന്നെ വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യഭാഗ്യം. വരികതിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നൊരു കേൾക്കും മനുഷ്യഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരേഖ പൊടിയാപൊടിയിലേക്ക് വ്യതിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവരെ ഉദ്വേദിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കായിരം വത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയുമാകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം ആടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. പൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യവിശ്വാസത്തിലൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്യുന്ന കർത്താവേ, നിന്നും നിങ്ങൾ വേർപിട്ട് അകിഴപകിടിവദിക്കുന്ന ആറ്റിക്ക് മഹനീയമായ ഉയർപ്പും അനുസൃതമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ത്യാഗം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും മസ്ജിദിലേക്ക് ഇയാളെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് സിസ്റ്റാൻജെ ബഹുമാനിക്കുകയും അഞ്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദപരം നിങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ സമയമുള്ളൂ. ആ സമയം പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയാണ്. അതിന് വേണ്ടതിന് ശേഷം നമുക്ക് അന്ത്യോപചാരം അർപ്പിക്കാമെന്നാണ് ഘോഷയാളമ്മ അറിയിച്ചിരിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് അർപ്പിച്ച് ഡിസോർഡർ ആയാൽ അവർക്ക് വരുമ്പോൾ സങ്കടമാകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. അവർക്ക് വന്നിട്ടൊരു ഇത്തിരി സമയം സിസ്റ്റാൻസിലൂടെ ആയിരിക്കാൻ കിട്ടുമല്ലോ നമ്മൾ അന്നേരം അന്ത്യോപചാരം അർപ്പിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് നമുക്ക് അച്ഛൻ ഒപ്പിസ് പാടാമെന്നാ പറഞ്ഞേ. പരമോന്നതമാം പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നീ അധ്വാനിച്ചു പ്രതിഫലമേകാൻ ദേവകുമാരൻ താണുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ
വിലപിക്കുന്നു. പ്രിയപ്പെട്ടവർ വരാനുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കിപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുക. അന്ത്യോപചാരം മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ അണയുമ്പോൾ കരുണയുടെ നിരുത്തണമേ. നല്ല വരത്തുവരം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമയരം നൽകുന്നു. ആകാശവും ഭൂമിയും ഇതേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നത നൃപനാമിശികാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേ.
നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവിന്റെ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചൊരു നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രതീക്ഷിക്കുന്നവരെ നിന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. വഴി നിന്റെ മൗലിക ജീവിതത്തിലെ ഞങ്ങളായ നിന്റെ ദാസരെ സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞുമറിയാതെയും നിന്റെ ദാസി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോത്സവത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. God,